സ്വാമി ശരണം. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ മാളികപ്പുറം ചേർന്നിരിക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഒന്ന് നമ്മളെ കെട്ടുന്നറിയാണ് കേട്ടോ, ചിന്നുട്ടീൻ്റെ മാളികപ്പുറത്തിൻ്റെ കെട്ടുന്നറിയാണ്. അപ്പോൾ അതിന് വേണ്ടി പോകാനൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് കെട്ടുന്നറ, നാളെ ഇവിടെ വിടും കേട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞ് ശബരിമല അയ്യനൊക്കെ കണ്ടിട്ട് അയ്യപ്പസ്വാമീനൊക്കെ കണ്ടിട്ട് എല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും അയ്യപ്പനെ കാണാനൊക്കെ പറ്റട്ടെ, യാത്രയൊക്കെ സുഖമാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കെട്ടുന്നറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ വീഡിയോക്ക് പോയാലോ? അപ്പോൾ കെട്ടുന്നറ ദിവസം രാവിലെ തന്നെ മറ്റു സ്വാമിമാരെല്ലാവരും നമ്മളെ വീട്ടിൽ വന്നിട്ട് കെട്ടുന്നറയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇരുമുടിക്കെട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തരംതിരിച്ച് ഒന്ന് റെഡിയാക്കുകയാണ്. ചിന്നുവിൻ്റെ കൂടെ നമ്മളെ അച്ചച്ചസ്വാമി ഉണ്ട് കേട്ടോ. ചിന്നുവിൻ്റെ കൂടെ അച്ഛൻ പോകുന്നുള്ളത് തന്നെ ആയിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ അവർ ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നു ആദ്യം തന്നെ കേട്ടോ. അപ്പോൾ ലീവിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ സമയത്തേക്ക് വരാൻ ടിക്കറ്റൊക്കെ അടിച്ചതുമായിരുന്നു. പക്ഷേ ആ ടീം കുറച്ച് നേരത്തെ പോണതുകൊണ്ട് ആ പോക്ക്, അവരുടെ കൂടെ അപ്പോൾ ഉള്ള പോക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നാൽ അച്ഛൻ്റെ കൂടെ പോകാമെന്നുള്ള തീരുമാനത്തിൽ ആവുകയിട്ടോ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്നുട്ടി ഇപ്പോൾ പോകില്ലായിരുന്നു. അടുത്ത മാസം 15-നായിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ നിശ്ചയം ഇങ്ങനെ ആവുമെന്ന് വിശ്വസിക്കാം. ശരണമയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ. ഓം ശ്രീ ഹരിരാണ്ടനയ്യനയ്യപ്പ സ്വാമി. അപ്പോൾ കിട്ടുന്ന ദിവസം ഇതാക്കണോ നമ്മളെ വീട്ടിൽ നല്ലോണം പ്രാർത്ഥിച്ചതിന് ശേഷം ചിന്നു ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളെ തറവാട്ടിലാണ്, അവിടെ നിന്നാണ് അച്ഛനും കുട്ടിയും ഇറങ്ങുന്നത്. അപ്പോൾ വീട്ടിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പത്തൊന്നും ഉണ്ടാവരുത്, നല്ല രീതിയിൽ അയ്യപ്പനെ കാണണമെന്നൊക്കെയാണ് ആൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇറങ്ങണ ഇറക്കാണ് ഇത്. യാത്ര പറയുന്ന മാതിരി എങ്ങോട്ട്? പിന്നെ പോണ സമയത്ത് ചിന്നുവിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. എല്ലാവരും പിരിയല്ലേ, പിന്നെ 4 ദിവസം ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ വരാൻ. ശരണമയ്യപ്പ വിളിക്കേ സ്വാമി. അപ്പോൾ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളെ ശ്രീദേവി മുത്തപ്പൻകാവ് അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ കെട്ടുന്നറ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അവിടെ എത്തി കുറച്ചവിടെ നടക്കാണ്ട് അങ്ങനെ നടന്നിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണാണ്ടാവുള്ളൂ. അയ്യപ്പൻ്റെ ഫോണിലുണ്ട്. സ്നേഹം ഇത് അപ്പൊക്കെ ഉണ്ടായാൽ മതി കേട്ടോ. അല്ലേ
കെളുപ്പ് വേണമെന്നുണ്ടല്ലോ ചിന്നൊട്ടി കറണം അങ്ങനെയാവും. സ്വാമിയെ കണ്ടാൽ മോശം കിട്ടിയ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ പള്ളിക്കെട്ട് ആരുടെ കെട്ട് സ്വാമി അയ്യപ്പോ അയ്യപ്പോ വീഡിയോ എടുത്തിടാം. അങ്ങനെ നടന്ന അങ്ങോട്ട് നോക്കേ അപ്പം ഞാനിതാ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭസ്മക്കുളത്തേക്ക് ഒന്ന് വന്നതാണ്. തൊഴിലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഭസ്മക്കുളത്തിലൊന്ന് കുളിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ ഭസ്മക്കുളത്തേക്ക് വന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ പോരുന്നതിന് മുമ്പ് ഭസ്മക്കുളത്തിലൊന്ന് കുളിക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുളമൊക്കെ അങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ സമയം പോണത് അറിയൂല കേട്ടോ. പിന്നെ ആ കൂടെ നിൽക്കണ എൻ്റെ ഫ്രണ്ടാണ് ഷിക. ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് പോകുന്ന എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം എൻ്റെ അമ്മമ്മ പോയിരുന്നു. അപ്പം എൻ്റെ അച്ഛയും അമ്മയൊന്നും ഓരൊപ്പം വിട്ടില്ല. ഈ കൊല്ലയ്ക്ക് എന്താ അറിയില്ല, പെട്ടെന്ന് ഒരു നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛയും അമ്മയും പോകാൻ സമ്മതിച്ചു. ഇപ്പോൾ ഇത് ഞങ്ങൾ ഉറങ്ങാൻ സ്ഥലം ഉണ്ടായിരുന്നു, അതാണ് ഈ സ്ഥലം. പിന്നെ അയ്യപ്പ സ്വാമിയൊക്കെ ശരിക്കും അടുത്ത് നിന്നിട്ട് തന്നെ തൊഴാൻ പറ്റും. അവിടെ എൻ്റെ മാമനുണ്ടായിരുന്നു പോലീസായിട്ട്, അത് അവിടെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ 2 പ്രാവശ്യമൊക്കെ തൊഴാൻ പറ്റിയിരുന്നു. അതെയോ? എന്നാ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളതിൽ. ഹലോ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കാം.
പോരെ അല്ല ഞാൻ ചോദിക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു ശബരിമല? അടിപൊളിയായിരുന്നു. കണ്ണാമണോണ്ട് 2 പ്രാവശ്യം കാണാൻ പറ്റും. പിന്നെ അച്ഛനെ ഇടങ്ങാറാക്കിയ കാര്യത്തിൽ എങ്ങനെ ഉണ്ട്? അച്ഛനെ ബുദ്ധിമുട്ടിച്ച കാര്യത്തിൽ ചിന്നോട്ടിക്ക് കൊണ്ടുവന്നത് ഇഷ്ടമാണ് കേട്ടോ. ആണോ? അപ്പം നമ്മൾ ചിന്നോട്ടി മലക്കൊക്കെ പോയി വന്ന് സുഖമായിട്ട് തൊഴുതെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഇനി പ്രസാദമൊക്കെ അടക്കണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊക്കെ ഇനി ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ ഒന്ന് പൊതിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കണം. അതിനുള്ള തയ്യാറില്ല കേട്ടോ. അപ്പോൾ അത് ആരാണ് ഇതല്ലേ. പിന്നെ അഭിഷേകം ചെയ്ത നെയ്യുണ്ട്. പിന്നെ ഇതാക്കണം അവിലും മലരും സംഭവങ്ങളുണ്ട്. പിന്നെ എന്താണ് ഈ സംഭവമില്ലേ, ഈ ഉണ്ണിയപ്പം ഭയങ്കര ബലമാണിത്, വിചാരിച്ച മാതിരിയല്ല. ഇതിങ്ങനെ കുറേശ്ശെ അങ്ങനെ കഴിച്ച് കഴിക്കാൻ ഭയങ്കര രുചിയാണ്. അപ്പോൾ കേട് വരില്ല കേട്ടോ. അത് ഒരിക്കലും നല്ല ഉറപ്പായതുകൊണ്ട് ഇത് കണ്ടോ, ഭയങ്കര ഉറപ്പാണ്. കുറേശ്ശെ ഇങ്ങനെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇതെല്ലതും ഒന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതും കുറേശ്ശെ എടുത്തിട്ട് പൊതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അരവണ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്രാവശ്യത്തെ ആദ്യത്തെ അരവണ. രുചി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ്. പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ചിന്നൂസിൻ്റെ മലയ്ക്ക് പോണ ഒരു കുഞ്ഞ് വ്ളോഗായിരുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ.